ഇസ്ലാമിക ഭീകരതയുടെ ഇരകളായി കേരളത്തിൽ നിന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം നിരവധി പേർ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ജിഹാദികളായി പോയിട്ടുണ്ട്. അവരിൽ ഭൂരിപക്ഷം പെൺകുട്ടികളും ഭീകരന്മാരുടെ ആസക്തികൾ ശമിപ്പിക്കുന്നതിനുള്ള ലൈംഗിക അടിമകളായി നരകതുല്യമായ ജീവിതം നയിക്കുമ്പോൾ പുരുഷന്മാർ പലരും ജിഹാദികളായി പൊട്ടിത്തെറിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ IS തീവ്രവാദികളാൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട് കേരളത്തിലെ കാസർഗോഡ് നിന്നും വിശുദ്ധ ജിഹാദിന് പുറപ്പെട്ടയാളായ കാസർഗോഡുകാരൻ സജി സാജിദ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മുഹമ്മദ് സാജിദ് കതിരുമ്മൽ ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇയാൾ സോണിയ സെബാസ്റ്റ്യനും നിമിഷപ്രിയയും അടക്കമുള്ള മലയാളികളായ മറ്റ് 13 പേരോടൊപ്പം ISISൽ ചേർന്ന് അബു ഖാലിദ് അൽ ഹിന്ദി എന്ന പേര് സ്വീകരിക്കുകയും അഫ്ഗാനിസ്ഥാനിലെ സിഖ് ന്യൂനപക്ഷത്തിനെതിരെ അതിശക്തമായ ഭീകരാക്രമണങ്ങൾ നടത്തി. അതേ തുടർന്ന് കാബൂളിലെ സിഖ് ഗുരുദ്വാരയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത് ചാവേറുകളിൽ ഒരാളായി പൊട്ടിത്തെറിച്ച് 25 പേരെ കൊലപ്പെടുത്തുകയും പടമായി ഭിത്തിയിൽ കയറുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഗുരുദ്വാര ആക്രമണത്തിൽ പങ്കെടുത്ത 14 ചാവേറുകളിൽ കൊല്ലപ്പെട്ട 7 പേരിൽ ഒരാളായിരുന്നു ഇയാൾ. ഈ സംഭവം 2020 വാർത്തകളിലെല്ലാം ഇടം പിടിച്ചിരുന്നു. അന്ന് അഫ്ഗാനിസ്ഥാനിലെ നൻഗർഹാർ പ്രവിശ്യയിൽ ISISൽ ചേരാൻ കേരളത്തിൽ നിന്ന് പോയത് 14 പേരായിരുന്നു. ISISൽ ചേർന്ന സോണിയ സെബാസ്റ്റ്യൻ്റെ ഭർത്താവായ കാസർഗോഡുകാരനും പൂരം കുംഭമേള പൊട്ടിത്തെറി ആക്രമണ ആഹ്വാന വീഡിയോയിലൂടെ കുപ്രസിദ്ധനും US ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെടുകയും ചെയ്ത അബ്ദുൾ റാഷിദിലൂടെയാണ് സാജിദ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആകർഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ ഭീകര സംഘടന പുറത്തിറക്കിയ മാസികയുടെ പുതിയ ലക്കത്തിൽ മുഖചിത്രമായി ഈ ഇസ്ലാമിക തീവ്രവാദി മതയോദ്ധാവായി വീണ്ടും അവതാരം ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ടല്ല ISIS അവരുടെ മാസികയിൽ ഇയാളെക്കുറിച്ചുള്ള സവിശേഷ വിശകലനങ്ങൾ അവതരിപ്പിക്കുന്നത്. നേരത്തെ ISIS അദ്ദേഹത്തെ ഒരു മുജാഹിദ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു മാസികയിൽ പരാമർശങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഷുഹാദയുടെ ഓർമ്മകൾ, അബു ഖാലിദ് അൽ ഹിന്ദി തക്കബള്ള എന്ന തലക്കെട്ടോടെയുള്ള ഒരു വിവരണത്തിൽ അയാളെക്കുറിച്ച് വലിയ കാര്യങ്ങളാണ് മാസികയിൽ എഴുതിയിരിക്കുന്നത്. വീര്യം ഒരു മനുഷ്യന് ഏറ്റവും അഭിലഷണീയമായ ഗുണങ്ങളിൽ ഒന്നാണ് എന്നും ഈ ഗുണങ്ങൾക്കൊപ്പം മുജാഹിദിലെ മറ്റ് ഗുണങ്ങളുമായി കൂടിച്ചേർന്നതിനാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കും എന്നൊക്കെ വിവരിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദിയെ മാസികയിൽ ഇസ്ലാമിൻ്റെ വീര യോദ്ധാവായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് വെച്ചും മെക്കയിലെ മസ്ജിദ് അൽ ഹറാമിലുമിരുന്ന് ഖുറാൻ പഠിച്ചാണ് സാജിദ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് പാത്രമായത് എന്നും വീരപ്രവൃത്തി ചെയ്തത് എന്നും ലേഖനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുദ്വാര ആക്രമണത്തിന് തൊട്ടു പിന്നാലെ IS അവരുടെ മാധ്യമ ഏജൻസി വഴി അബു ഖാലിദ് അൽ ഹിന്ദി എന്ന പേര് പുറത്തുവിട്ടിരുന്നു. തോക്കുമായി നിൽക്കുന്ന അയാളുടെ ഫോട്ടോ IS അവരുടെ പ്രചാരണ മാസികയായ അൽ നഭയിലും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ നിന്നാണ് ഇയാൾ കേരളത്തിൽ നിന്ന് ISISൽ ചേർന്ന സാജിദാണ് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായത്. കേരളത്തിൽ നിന്ന് നിരവധി ചെറുപ്പക്കാർ ISISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന വിവരം മുഖ്യമന്ത്രി പോലും നിയമസഭയിൽ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും അതേക്കുറിച്ച് കഥയോ സിനിമയോ വരുമ്പോൾ അതെല്ലാം സംഘപരിവാർ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് എന്നും കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നുമുള്ള എക്കോസിസ്റ്റം ശക്തമായി തന്നെ മുഴക്കാൻ ചില ആളുകൾ പ്രത്യേകം ശ്രമിച്ചിരുന്നു. അവർക്ക് കൂടെയുള്ള പുതിയ തെളിവായിട്ട് മാറുകയാണ് ഈ കാസർഗോഡുകാരൻ തീവ്രവാദിയുടെ ഈ ജീവിതവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകളും.